റഷ്യയ്ക്ക് വഴിയൊരുക്കി നൈജറിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്ക. ചൈന, റഷ്യ, ഇറാൻ എന്നിവയുമായുള്ള നൈജറിന്റെ വർദ്ധിച്ചുവരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള US ആശങ്കകൾക്കിടയിലാണ് ഈ സുപ്രധാന നീക്കം. അതേസമയം റഷ്യ മാലിയിലെയും ബുർക്കിന ഫാസോയിലെയും സൈനിക ഭരണകൂടങ്ങളെ പിന്തുണച്ചു. ഇത് ആഫ്രിക്കയിൽ വിപുലീകരിക്കുന്ന ശ്രദ്ധയെ സൂചിപ്പിക്കുന്നു. ആഫ്രിക്കയിലെ വാഷിംഗ്ടണിന്റെ സാന്നിധ്യത്തിൽ കാര്യമായ മാറ്റം വരുത്തിക്കൊണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ നിന്ന് US ഉടനെ തന്നെ സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുർട്ട് കാമ്പൽ നൈജർ പ്രധാനമന്ത്രി അലി ലാമിൻ സെയ്നുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ചൈന, റഷ്യ, ഇറാൻ എന്നിവയുമായുള്ള നൈജറിന്റെ വർദ്ധിച്ചുവരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള US ആശങ്കകൾക്കിടയിലാണ് ഈ നീക്കം. അതേസമയം റഷ്യ മാലിയിലെയും ബുർക്കിന ഫസോയിലെയും സൈനിക ഭരണകൂടങ്ങളെ പിന്തുണച്ചു. $100 മില്യൺ ചെലവിട്ട് ഡ്രോണുകളുടെ ഒരു കപ്പൽ പറത്താൻ വാഷിംഗ്ടൺ മരുഭൂമി നഗരമായ അഗഡസിൽ വാഷിംഗ്ടൺ ഒരു താവളം പണിയുന്നതിനൊപ്പം പശ്ചിമാഫ്രിക്കയിലെ തീവ്രവാദത്തെ ചെറുക്കാനുള്ള USന്റെയും ഫ്രഞ്ചിന്റെയും തന്ത്രങ്ങളിൽ നൈജർ വളരെ കാലമായി ഒരു പ്രധാനിയാണ്. എപ്പോഴാണ് നൈജറിൽ നിന്ന് US സൈന്യം പിൻവാങ്ങാൻ തുടങ്ങുക? ക്യാമ്പെല്ലും സെയ്നും വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ ക്രമാനുഗതമായ പിൻവലിക്കൽ ക്രമീകരിക്കുന്നതിന് ദിവസങ്ങൾക്കുള്ളിൽ ഒരു US പ്രതിനിധി സംഘം തലസ്ഥാനമായ നിയാമിലേക്ക് പോകുമെന്ന് സമ്മതിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. US ഉദ്യോഗസ്ഥർ അടുത്തയാഴ്ച സന്ദർശിക്കുമെന്ന് നൈജീരിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ നേരത്തെ അറിയിച്ചിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉടനടി പരസ്യ പ്രഖ്യാപനം നടത്തിയില്ല. സൈനികരെ പിൻവലിക്കാൻ ഇതുവരെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതിനിടെ ഈ മാസം ആദ്യം സൈനിക ഭരണാധികാരി ജനറൽ അബ്ദുൾ റഹ്മാൻ ടിയാനിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് റഷ്യൻ സൈനിക ഇൻസ്ട്രക്ടർമാർ വ്യോമ പ്രതിരോധ സംവിധാനവും മറ്റു ഉപകരണങ്ങളും വഹിച്ചുകൊണ്ട് നൈജർ സന്ദർശിച്ചു. നൈജർ സൈന്യം വാഷിംഗ്ടണുമായുള്ള സൈനിക സഹകരണ കരാർ ഉടൻ പ്രാബല്യത്തിൽ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പശ്ചിമാഫ്രിക്കൻ രാഷ്ട്രത്തിൽ നിന്ന് US സൈനികരെ പിൻവലിക്കാനുള്ള നീക്കം. എന്നാൽ നൈജീരിയൻ നേതൃത്വം സമ്മിശ്ര സന്ദേശങ്ങൾ അയച്ചതായി നയതന്ത്രജ്ഞർ പറഞ്ഞു. സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണെന്ന് അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നു. സൈനികരുടെ സുരക്ഷയ്ക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉയർന്ന മുൻഗണനയാണ് നൽകുന്നത്. കഴിഞ്ഞയാഴ്ച ആയിരക്കണക്കിന് ആളുകൾ ദേശീയ അസംബ്ലി ആസ്ഥാനത്തിന് പുറത്ത് US സൈനികർ പോകണമെന്ന് ആക്രോശിച്ചപ്പോൾ ആശങ്കകൾ ഉയർന്നിരുന്നു. ക്രമാനുഗതമായ പിൻവലിക്കൽ ക്രമീകരിക്കുന്നതിന് ദിവസങ്ങൾക്കുള്ളിൽ ഒരു US പ്രതിനിധി സംഘം തലസ്ഥാനമായ നിയാമിയിലേക്ക് പോകുമെന്ന് സമ്മതിച്ചിരുന്നു. US ഉദ്യോഗസ്ഥർ അടുത്തയാഴ്ച സന്ദർശിക്കുമെന്ന് നൈജീരിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ നേരത്തെ പ്രഖ്യാപിച്ചു. പശ്ചിമാഫ്രിക്കയിലെ ജിഹാദികളെ ചെറുക്കാനുള്ള USലും ഫ്രഞ്ച് തന്ത്രത്തിലും നൈജർ വളരെ കാലമായി ഒരു പ്രധാന തന്ത്രമായിരുന്നു. ഡ്രോണുകളുടെ ഒരു കൂട്ടം പറത്താൻ $100 മില്യൺ ചിലവഴിച്ച് അമേരിക്ക മരുഭൂമി നഗരമായ അഗഡസിൽ ഒരു ബേസ് നിർമ്മിച്ചു. 2023 മാർച്ചിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നൈജർ സന്ദർശിച്ചു. ഒരു പ്രധാന പാശ്ചാത്യ സഖ്യകക്ഷിയായ പ്രസിഡന്റ് മുഹമ്മദ് ബാസൂമിനെ പിന്തുണയ്ക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ശ്രമത്തിലാണ്. എന്നാൽ 4 മാസത്തിന് ശേഷം സൈന്യം ബാസൂമിനെ പുറത്താക്കുകയും മുൻ കൊളോണിയൽ ശക്തിയായ ഫ്രാൻസിൽ നിന്ന് സൈന്യത്തെ ഉടൻ പുറത്താക്കുകയും ചെയ്തു. അയൽ രാജ്യങ്ങളായ മാലിയിലെയും ബുർക്കിന ഫസോയിലെയും സൈനിക ഗവൺമെന്റുകളെ പോലെ ഭരണകൂടവും റഷ്യയുമായി അടുത്ത ബന്ധത്തിന് ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.